എന്ത് പറഞ്ഞു? അങ്ങനെ എനിക്ക് പറയാൻ അവസരത്തിന് മിസ്റ്റർ സ്കൂളുകൾ തുടങ്ങാൻ സമ്മതിക്കുന്നില്ല. അത് തുടങ്ങുന്ന സത്യമല്ലേ? ഞാൻ 3 ജില്ല ഞങ്ങൾക്ക് എന്തുണ്ട്? മലബാർ പ്രദേശത്ത് മലപ്പുറത്തുണ്ടോ, വയനാടുണ്ടോ, കാസർഗോഡുണ്ടോ? ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയി. സ്ഥലം എല്ലാം ഉണ്ട്. അനുവാദം തരണം. സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട്. 9 വർഷത്തിനിടെ കുറെ നാളായി തുടങ്ങി. ശരി, വാർത്താ സമ്മേളനത്തിനൊടുവിൽ പ്രക്ഷുബ്ധനാണ് വെള്ളാപ്പള്ളി നടേശൻ. 3ാം തവണയും പിണറായി വിജയൻ തന്നെയാണ് എന്ന് ആവർത്തിച്ച് പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. വീണ്ടും പിണറായി വിജയൻ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോ കേരളത്തിന്റെ പ്രബുദ്ധരായ ജനം പിണറായി വിജയന്റെ മുഖത്ത് ആഞ്ഞടിച്ചപ്പോ അതിന്റെ വേദന വല്ലാതെ വേദനിക്കുന്നത്, അതിന്റെ പ്രത്യാഘാതം, അതിന്റെ പ്രതിഫലനം ഒക്കെ ഉണ്ടാകുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്താണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ഇന്നലെ സംസാരിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ്. ആ വിഷയം എന്ന് പറയുന്നത് ഈ ചോദ്യം ചോദിച്ചതും വെള്ളാപ്പള്ളിയെ രോഷാകുലനാക്കിയതും വെള്ളാപ്പള്ളിയെ അസഹിഷ്ണുതയോടുകൂടി സംസാരിക്കാനും പെരുമാറാനും ഇടയാക്കിയതുമായ ചോദ്യം എന്ന് പറയുന്നത് റിപ്പോർട്ടർ ടിവിയിലെ റഹീസ് റഷീദ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യമാണ്. എന്തേ അവിടെ സ്ഥലം വാങ്ങാൻ കിട്ടാത്തത് കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, അതൊക്കെ ഉണ്ടപ്പ, പിന്നെ എന്താണ് പ്രശ്നം? അനുമതിയില്ല. ആരാണ് അനുമതി നൽകേണ്ടത്? സർക്കാരാണ്. അപ്പോ ഈ 9 വർഷക്കാലം അല്ലെങ്കിൽ 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ അനുമതി നൽകിയില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ വല്ലാതെ അങ്ങ് വിറളി പിടിക്കുന്നത്. ഇവൻ ഒരു പക്കാ വിഷജന്തുവാണ്. പക്കാ വിഷജന്തു എന്ന് പറഞ്ഞാൽ പക്കാ വിഷജന്തുവാണ്. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഈ റയീസ് റഷീദിനെതിരെ ഇത്തരത്തിൽ ഒരു മാധ്യമ പ്രവർത്തകനെതിരെ കയ്യേറ്റം ചെയ്യുന്നു. അയാളോട് ഒരു മാന്യമല്ലാത്ത ഭാഷയിൽ ഒരു സാമുദായിക നേതാവ് പെരുമാറുന്നു. ഒരു മാധ്യമ പ്രവർത്തകൻ ചോദ്യം ചോദിച്ചതിന് അയാളെ തള്ളി മാറ്റുന്നു, മൈക്കുകൾ തട്ടിത്തെറിപ്പിക്കുന്നു. ഒരു ഗുണ്ടയെ പോലെ വെള്ളാപ്പള്ളി നടേശൻ പ്രവർത്തിച്ചിട്ട് ഈ നിമിഷം വരെ ഈ മാപ്രകൾ ഒരുത്തനും വാ തുറക്കുന്നില്ല എന്നുള്ളതാണ്. അതിൽ എസ്പെഷ്യലി ഈ രാജാവിനെ ഇങ്ങനെ അന്തം കമ്മി ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന വീരപ്പൻ, റിപ്പോർട്ടർ ടിവിയിലെ വീരപ്പന്റെ കൂടെയുള്ള ആളുകൾ, ഇവർ ഈ നിമിഷം വരെ റയീസ് റഷീദിനെതിരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് കയർക്കുക മാത്രമല്ല മൈക്കുകൾ തട്ടിത്തെറിപ്പിച്ച് വളരെ മോശമായ രീതിയിൽ ഒരു മാധ്യമ പ്രവർത്തകനോട് സംസാരിച്ചിട്ട് വീരപ്പൻ വാ തുറന്നിട്ടില്ല. എന്താ കാര്യം? വീരപ്പനും ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനും രണ്ടുപേരും പിണറായി വിജയന്റെ PR ടീമുകളാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന രാജാവിന് വേണ്ടി കുഴലൂത്ത് നടത്തുന്നവരാണ്. ഇപ്പൊ ഇന്നലെ ഈ വാർത്താ സമ്മേളനത്തിൽ പോലും വെള്ളാപ്പള്ളി നടേശൻ കിട്ടിയതൊന്നും പോരാഞ്ഞിട്ട് ഇനി കിട്ടിയതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാഞ്ഞിട്ടാണോ എന്നറിയില്ല, 3ാമതും പിണറായി വരുമെന്നാണ് പറയുന്നത്. നമുക്ക് കാണാനായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്താ പറഞ്ഞത് എന്നുള്ളത് നമ്മളൊക്കെ കേട്ടതാണ്. ഞാൻ പറയുന്നത് ഇലക്ഷനെ കുറിച്ചാണ്. ഇലക്ഷന്റെ റിസൾട്ടിനെ കുറിച്ച് എന്തൊക്കെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. അപ്പൊ റിസൾട്ട് വന്നപ്പോൾ അത് എങ്ങനെയായിരുന്നു? അതുപോലെയാണ് വെള്ളാപ്പള്ളി വീണ്ടും ഈ പറയുന്ന കുഴലൂത്ത് സ്തുതിപാഠകനായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതവിടെ നിൽക്കട്ടെ. തന്റെ സ്ഥാപനത്തിൽ ഉള്ള ഒരു മാധ്യമ പ്രവർത്തകനെ, ആ മാധ്യമ പ്രവർത്തകനെതിരെ ഇത്തരത്തിൽ കയ്യേറ്റം ചെയ്തിട്ട് പോലും വീരപ്പൻ വാ തുറന്നിട്ടില്ല. അല്ലെങ്കിൽ ഈ ക്രിമിനൽ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന ക്രിമിനൽ എത്രയോ കേസുകളിൽ പ്രതിയായിട്ടുള്ള 40-ലധികം, മുട്ടിലെ മരമുറി കേസിൽ 40-ലധികം വരുന്ന FIRകൾ തലക്ക് മീതെ ഉള്ള ഈ ക്രിമിനൽ ഇന്ന് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തില് രാഷ്ട്രീയ നിരീക്ഷകനാ, മാധ്യമ പ്രവർത്തകനാ. ഇവര് കേരളത്തിലെ രാഷ്ട്രീയത്തെ കുറിച്ച് അഭിപ്രായം പറയുക. അങ്ങനത്തെ ഈ ക്രിമിനൽ റയീസ് റഷീദിനെതിരെ ഒരു ഈ പറയുന്ന വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് വളരെയധികം പ്രതിഷേധാർഹമായ ഒരു പ്രവൃത്തി ഉണ്ടായിട്ട്, ഒരു പ്രവണത അല്ലെങ്കിൽ ഒരു നിരുത്തരവാദപരമായ ഒരു പ്രവൃത്തി ഉണ്ടായിട്ട് അതിൽ ഈ നിമിഷം വരെ ഈ പറയുന്ന വീരപ്പൻ വാ തുറന്നിട്ടില്ല. എല്ലാത്തിനെ കുറിച്ചും അഭിപ്രായം പറയുന്ന ഈ ക്രിമിനൽ, നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്,
ഈ കേരളത്തിന്റെ പൊതു രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയാൻ ഇവൻ എന്താണ് യോഗ്യത? ഇവനൊരു മാധ്യമ പ്രവർത്തകനാണോ? ഒരിക്കലുമല്ല. ഇവൻ എന്തെങ്കിലും ഒരു സാമുദായിക സംഘടനകളുടെ ഏതെങ്കിലും ഒരു സംഘടനയുടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, സാമുദായിക സംഘടനകളുടെ എന്തിന്റെയും നേതാവാണോ? ഒന്നുമല്ല. പിന്നെ ഇവൻ എന്താണ്? ഇവൻ പക്ക ക്രിമിനലാണ്, തട്ടിപ്പുകാരനാണ്, വെട്ടിപ്പുകാരനാണ്, വീരപ്പനാണ്. എന്നിട്ടും ഇവൻ വാ തുറക്കുന്നില്ല. എന്താ കാര്യം? ഇവൻ വാ തുറന്നാൽ രാജാവിനെ പിണക്കലാകുന്നത്. രാജാവിനെ പിണക്കിയാൽ റയീസ് റഷീദിന് നേരെ നടന്നതൊക്കെ അവനക്ക് ജുജൂബിയ. കാരണം എന്താ? രാജാവിനെ പിണക്കിയാൽ ഇവനെ പിടിച്ച് തൂക്കിയെടുത്ത് അകത്തിടും. വെള്ളാപ്പള്ളിയെ നോവിച്ചാൽ അത് നോവുന്നത് വിജയനാണ്. വിജയനെ നോവിച്ചാൽ അത് നോവുന്നത് വെള്ളാപ്പള്ളിക്കാണ്. മനസ്സിലായില്ലേ? ആ ഈ കൂട്ടുകെട്ടിനെതിരെ വല്ലതും പറഞ്ഞാൽ രാജാവിന് നോവും. അപ്പോ രാജാവിനെ നോവിച്ചാൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? രാജാവിനെ നോവിച്ചു കഴിഞ്ഞാൽ വീരപ്പനെ തൂക്കിയെടുത്ത് അകത്തിടും. പിന്നെ അവിടെ ഒരു ഡീല് കൂടിയുണ്ട്. രാജാവും ഈ വീരപ്പനും തമ്മിലുള്ള ഒരു ഡീലുണ്ട്. എന്താണ്? രാജാവിന്റെ PR വർക്കുകളെല്ലാം വീരപ്പൻ ചെയ്യും. വീരപ്പൻ അകത്താവാതെ നോക്കേണ്ട നടപടികളൊക്കെ രാജാവും ചെയ്യും. ഇതാണ് ഡീല്. അപ്പോ റയീസ് റഷീദിനെ ആക്രമിച്ചതോ അല്ലെങ്കിൽ റയീസ് റഷീദിനോട് കയർത്തതോ, ആ റയീസ് റഷീദിനോട് അപമര്യാദയായി പെരുമാറിയതോ, അയാളെ തെറി വിളിച്ചതോ, ഇതൊന്നും വീരപ്പനൊരു വിഷയമല്ല. കേരളത്തിലെ മാപ്രകൾ പിന്നെ ഒരുത്തരും ഉണ്ടല്ലോ. കാരണം മാപ്രകളെ സംബന്ധിച്ചോളം അവൻ റിപ്പോർട്ടർ TVയിലുള്ളതാണ്, ഇവൻ മറ്റോടത്തുള്ളതാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാ വീരപ്പൻ മിണ്ടണ്ടേ, മൊട്ട മിണ്ടണ്ടേ, സ്മൃതി മിണ്ടണ്ടേ? വാ തുറക്കുന്നില്ല ഒരുത്തനും. അപ്പോ പറഞ്ഞു വരുന്നത്, കേരളം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രതിസന്ധിയുണ്ട്. അത് കഴിഞ്ഞ ദിവസം CPI അവരുടെ സംസ്ഥാന കൗൺസിൽ ചേർന്നിട്ട് അവർ പറഞ്ഞ കാര്യമാണ്. എന്താ പറഞ്ഞത്? പിണറായി വിജയൻ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ, പിണറായി വിജയൻ തമ്മാടിത്തരങ്ങൾ ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കാൻ ആളില്ല എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇപ്പൊ റയീസ് റഷീദ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ ഒരു മാധ്യമപ്രവർത്തകൻ, ആ മാധ്യമപ്രവർത്തകൻ എന്ന് അവർ പറയുന്നു. മാധ്യമപ്രവർത്തകനാണോ ഇനി ബാക്കിയുള്ളതാണോ എന്തോ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഒരാൾ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ആക്രമിയുടെ കൂടെ നിൽക്കണമെന്നാണല്ലോ. അപ്പൊ ആ രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചതിന് ഇത്രമാത്രം പ്രകോപിതനാവേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, വെള്ളാപ്പള്ളി നടേശന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാണിച്ചു റയീസ് റഷീദ്, അത്രമേ ചെയ്തിട്ടുള്ളൂ. വെള്ളാപ്പള്ളി നടേശന് നേടിയെടുക്കാൻ കഴിയാത്തത് അയാളുടെ കഴിവുകേടാണ്. 10 കൊല്ലം പിണറായി വിജയൻ ഭരിച്ചിട്ട് പിണറായിയുടെ മൂട് താങ്ങി നടന്നു. അതിൽ വെള്ളാപ്പള്ളി നടേശൻ നേടിയിട്ടുണ്ട്. സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്താ നേടിയത്? വെള്ളാപ്പള്ളി നടേശൻ മൈക്രോ ഫിനാൻസിങ് തട്ടിപ്പ് കേസില് വെള്ളാപ്പള്ളി നടേശൻ ഇന്നും അഴിക്കുള്ളിലാവാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാരൻ പിണറായി വിജയനാണ്. പിണറായി വിജയൻ സഹായിച്ചതാണ്, എല്ലാ അർത്ഥത്തിലും സഹായിച്ചതാണ്. അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസിങ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി നടേശൻ 1-ാം പ്രതിയായി അകത്തായിരുന്നു. അപ്പോ അങ്ങനെ മൂട് താങ്ങി നടന്നിട്ട് മലപ്പുറത്ത് അല്ലെങ്കിൽ വയനാട്ടിൽ, കാസർഗോഡ് ഒക്കെ ഇപ്പൊ ഇതിന്റെ വളരെ വളരെ വലിയ ഡീറ്റെയിൽസുകൾ വരുന്നുണ്ട്. നാലകത്ത് സൂപ്പി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ മലപ്പുറത്ത് SNDPയുടെ കോളേജ് അനുവദിച്ചതിന്റെ ചിത്രങ്ങളും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോ അത് അവിടെ അനുവദിച്ചോ ഇല്ലേ എന്നുള്ളതാണ് നിൽക്കട്ടെ. അതിന്റെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ ചെയ്ത ഈ തെമ്മാടിത്തരത്തിനെതിരെ വാ തുറന്നൊന്നും മിണ്ടാൻ വീരപ്പനും കൂട്ടരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ ഈ പറയുന്ന അടിമകളുടെ ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇനി രാജാവ് രാവിലെ നീട്ടുന്നത് തീട്ടമാണ്, അത് നക്കും. വൈകുന്നേരമായിട്ട് രാജാവ് ഛർദ്ദിച്ചാൽ അത് ഇരു കൈയും നീട്ടി സ്വീകരിച്ചിട്ട് അതും അണ്ണാക്ക് തൊടാതെ വിഴുങ്ങും. ഈ ഒരു അവസ്ഥയിലാണ് അടിമകളുള്ളത്. ആ കൂട്ടത്തിൽ പെടുന്നവരാണ് ഈ വെറ്റകളൊക്കെ. ഈ വീരപ്പൻ, മൊട്ട, അങ്ങനെ കുറെ ടീമുകളുണ്ട്. അവിടെ നിൽക്കുന്ന റയീസ് റഷീദ് ഏതാണ് കാരൻ, ഏത് ചെങ്ങാതിയാണ്, അവന്റെ രാഷ്ട്രീയം എന്താണെന്നൊക്കെ അവിടെ നിൽക്കട്ടെ. ഒന്നാന്തരം CPM-കാരനാണ്, കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്, കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി കുഴലൊത്ത് നടത്തുന്നവനാണ്, ഇതൊക്കെ നിൽക്കട്ടെ. ഒരു സഖാവിനെ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ആക്രമിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിനെതിരെ വാ തുറക്കാൻ വീരപ്പനും സംഘവും തയ്യാറാകുന്നില്ലെങ്കിൽ ഈ കൂട്ടിക്കൊടുപ്പിന്റെ അവിശുദ്ധ ബാന്ധവം അത് നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുകയാണ്. കൂട്ടിക്കൊടുപ്പ്, നല്ല ഒന്നാന്തരം കൂട്ടിക്കൊടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സംഘം എന്ന് പറയുന്നത് രാജാവിന്റെ അടിമകളും രാജാവും ചേർന്നുള്ള ഒരു സംഘമാണ്. രാജാവും അതിലുണ്ട്. രാജാവ് പല രീതിയിലുള്ള കൂട്ടിക്കൊടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ആ കൂട്ടിക്കൊടുപ്പിന്റെ ഒരു ഉദാഹരണമായിരുന്നു തൃശ്ശൂരിൽ സംഘ് പരിവാറിന് തീരെഴുതി കൊടുത്തത്. അവസാനം ഇഷ്ടദാനം എന്നതുപോലെ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണം സംഘ് പരിവാറിന് കൊടുത്തതും ഈ കൂട്ടിക്കൊടുപ്പിന്റെ ഭാഗമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ നിരന്തരമായിട്ട് വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരുന്ന വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ തലോടിക്കൊണ്ട് നടക്കുമ്പോഴും ആ വെള്ളാപ്പള്ളി നടേശന്റെ തെമ്മാടിത്തരം ഒരു മാധ്യമ പ്രവർത്തകനെതിരെ നടന്നിട്ട് ആ മാധ്യമ പ്രവർത്തകന് വേണ്ടിയിട്ട് ഒരു വാ തുറക്കാൻ കഴിയാത്ത, നട്ടലില്ലാത്ത, ആർജവമില്ലാത്ത അടിമകളായിട്ട് കേരളത്തിലെ മാപ്രകൾ മാറി എന്നുള്ളതാണ്. കൂട്ടത്തിൽപ്പെട്ട ഒരുത്തരെ തൊട്ടിട്ട് പോലും ഈ പേപ്പട്ടികൾ കുരക്കുന്നില്ല. കാരണം എന്താ? ആ പേപ്പട്ടികൾ കുരച്ചാൽ രാജാവ് ക്ഷുഭിതനാവും. അത് രാജാവിനെ വേദനിപ്പിക്കും. രാജാവിനെ വേദനിച്ചാലോ ചിലപ്പോൾ പേപ്പട്ടികളെ തല്ലിക്കൊല്ലും രാജാവ്. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? വല്ല കൂട്ടിലും പിടിച്ചടക്കും. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് ഇവരിത് സംസാരിക്കാത്തതിലോ ഇവരുടെ വാ പൊന്താത്തതിലോ തുറക്കാത്തതിലോ നാവ് പൊന്താത്തതിലോ ഒന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു കൂട്ടിക്കൊടുപ്പ് രാഷ്ട്രീയം നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയ പരമാർത്ഥമാണ്. ജനം മുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നവര് അധികാരത്തിലേക്ക് പല ഈ പറയുന്ന അവിശുദ്ധ അന്തർധാരകളിലൂടെ വന്നു കയറുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ രാജ്യത്ത് നടക്കുന്ന ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വലിയ ജനാധിപത്യ പ്രക്രിയയാണ് എന്ന് ഇനി ഒരിക്കലും നമുക്കത് അവകാശപ്പെടാൻ കഴിയില്ല. അത് ജനാധിപത്യ പ്രക്രിയയല്ല, അത് പല കൂട്ടിക്കൊടുപ്പിന്റെയും പൊളിറ്റിക്കൽ പിമ്പിങ്ങിന്റെയും റിസൾട്ടാണ് ഈ തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല.